പാകിസ്ഥാന്റെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയത്തിനെതിരെ നടപടികൾ തുടർന്ന് ഭാരതം. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് UN സുരക്ഷാ കൗൺസിലിന് തെളിവുകൾ നൽകാൻ പ്രത്യേക സംഘത്തെ അയക്കും. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച UN പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാരതത്തിന്റെ നീക്കം. UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം പാകിസ്ഥാൻ ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച തെളിവുകൾ ഭാരതത്തിൽ നിന്നും അയക്കുന്ന പ്രത്യേക സംഘം സെക്യൂരിറ്റി കൗൺസിലിനെ ബോധ്യപ്പെടുത്തും. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനും തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗരാജ്യങ്ങളുമായി ഭാരതം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഭീകരതാവളങ്ങൾ മാത്രമാണ് ആക്രമിച്ചതെന്ന് ഭാരതം എല്ലാ അംഗരാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തെളിവുകൾ ഹാജരാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നത്. ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് UN പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിലും അതിനു മുൻപുണ്ടായ ആക്രമണങ്ങളിലും പാകിസ്ഥാന്റെ ഇടപെടൽ വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളുണ്ട്. അന്താരാഷ്ട്ര ഫോറങ്ങളിൽ പാകിസ്ഥാന്റെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാടിനെ ശക്തമായി ചോദ്യം ചെയ്യുക തന്നെയാണ് ലക്ഷ്യം. പാകിസ്ഥാന് ധനസഹായം നൽകുന്നത് സംബന്ധിച്ച IMF ഡയറക്ടർ ബോർഡ് യോഗത്തിലെ പ്രമേയത്തിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്നും ഭാരതം വിട്ടുനിന്നിരുന്നു. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വായ്പകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ഭാരതം IMFനെ ബോധ്യപ്പെടുത്തിയത്. ഭാരതത്തിന്റെ വാദങ്ങൾ IMF ഡയറക്ടർ ബോർഡ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ മാറ്റണമെന്ന ആവശ്യവും ഭാരതം ഉന്നയിച്ചിരുന്നു. വെടിനിർത്തൽ നടപ്പായതിനു ശേഷം പാകിസ്ഥാൻ ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനെതിരെ രണ്ടാം ഘട്ട നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഭാരതം. ഭീകരതയ്ക്കെതിരായ എല്ലാ പോരാട്ടങ്ങളോടും ഒപ്പമെന്ന് ചൈന ഉൾപ്പെടെ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പഹൽഗാം ആക്രമണത്തെ ചൈന അപലപിക്കുകയും ചെയ്തു. ലോകമൊന്നായി ഭാരതത്തോടൊപ്പം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.